ഹലോ, വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻസ്. യെസ്, എല്ലാ മക്കൾക്കും ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ, അല്ലെ, ഒരു മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള വിവിധ മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 4 ടെക്നിക്കുകൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 2 ടെക്നിക്കുകൾ, സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ ചെയ്യാനായിട്ടുള്ള 2 ടെക്നിക്കുകളും കൂടെ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നുണ്ട്. അതോടുകൂടി ഓൾമോസ്റ്റ് നിങ്ങളുടെ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള, അതായത് CBSE 9ാം ക്ലാസ് ചാപ്റ്റർ 2 ഇസ് ദ മാറ്റർ അറൌണ്ട് ഇസ് പ്യൂർ, അല്ലെ, ആ ചാപ്റ്ററിലെ സെപ്പറേഷൻ ടെക്നിക്സ് ഈ ക്ലാസ്സോടുകൂടി ഇന്ന് കംപ്ലീറ്റ് ആവുകയാണ്. സോ വിത്തൗട്ട് ഡിലേ വി ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ക്ലാസ്. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത 2 സെപ്പറേഷൻ ടെക്നിക്കുകളാണ്. അതിൽ ഏറ്റവും ആദ്യം വരുന്ന ഫസ്റ്റ് വൺ ഈസ് സെപ്പറേറ്റിംഗ് ഫണൽ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ സെപ്പറേറ്റിംഗ് ഫണൽ? യെസ്, കേട്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പിക്ചറൊക്കെ പെട്ടെന്ന് ഈസിലി ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് കോൾഡ് എ സെപ്പറേറ്റിംഗ് ഫണൽ. ഇതാണ് ഒരു സെപ്പറേറ്റിംഗ് ഫണൽ. കെമിസ്ട്രി ലാബുകളിലൊക്കെ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ്. സോ ദിസ് ഇസ് കോൾഡ് എ സെപ്പറേറ്റിംഗ് ഫണൽ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് immiscible liquids from their mixture. Isn't it? What's meant by immiscible liquids? എന്താണ് immiscible liquids? Yes, immiscible liquids എന്ന് പറഞ്ഞാൽ പരസ്പരം കലരാത്ത 2 ദ്രാവകങ്ങൾ. ആൻഡ് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ സെപ്പറേറ്റിംഗ് ഫണൽ ഈസ് എസ്പെഷ്യലി ഈസ് യൂസ് ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഓഫ് എ ലിക്വിഡ് മിക്സ്ചർ. ഒരു ലിക്വിഡ് മിക്സ്ചറിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യുന്നത്. സോ ഈ സെപ്പറേറ്റിംഗ് ഫണൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇറ്റ് ഈസ് യൂസ് ടു സെപ്പറേറ്റ് ഇമ്മിസിബിൾ ലിക്വിഡ്സ്. ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പരസ്പരം കലരാത്ത 2 ദ്രാവകങ്ങൾ, 2ഓ അതിലധികമോ ദ്രാവകങ്ങളുടെ ഒരു മിക്സ്ചറിൽ നിന്നും ആ കമ്പോണന്റ് ആയിട്ടുള്ള 2 ദ്രാവകങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഏതൊക്കെയാണ് പരസ്പരം കലരാത്ത 2 ദ്രാവകങ്ങൾ? ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നമുക്ക് ചുറ്റുമുണ്ട്. നോക്കൂ, ജലവും കെറോസിൻ, അല്ലെ, വാട്ടർ പ്ലസ് കെറോസിൻ, അല്ലെ, അതുപോലെ തന്നെ വാട്ടർ പ്ലസ് കോക്കനട്ട് ഓയിൽ ഓർ വാട്ടർ പ്ലസ് പെട്രോൾ. ഈ പറഞ്ഞ മിക്സ്ചറുകളെല്ലാം ഇപ്പൊ വാട്ടർ പ്ലസ് കെറോസിൻ നമ്മൾ എത്ര നന്നായിട്ട് ഒരു പാത്രത്തിലെടുത്ത് വാട്ടർ പ്ലസ് കെറോസിൻ ഷേക്ക് ചെയ്തിട്ട് കുറച്ചു നേരം അത് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, വാട്ടർ അടിയിലൊരു ലെയർ ആയിട്ടും കെറോസിൻ അതിന് മുകളിൽ ഒരു ലെയർ ആയിട്ടും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയേ, ഇവിടെ സെപ്പറേറ്റിംഗ് ഫണലിൽ എടുത്തിരിക്കുന്നത് വാട്ടറിന്റെയും പെട്രോളിന്റെയും ഒരു മിക്സ്ചറാണ്. ഓക്കെ, അങ്ങനെ വാട്ടറിന്റെയും പെട്രോളിന്റെയും ഒരു മിക്സ്ചർ എടുക്കുമ്പോഴത്തേനും ഇറ്റ് ഈസ് എൻ ഇമ്മിസിബിൾ മിക്സ്ചർ, അല്ലെ. വാട്ടറും പെട്രോളും ഒരിക്കലും മിസിബിൾ ആകാൻ പോകുന്നില്ല. സോ വാട്ടർ ഒരു താഴത്തെ ഒരു ലെയർ കുറെ നേരം നമ്മൾ ഷെയ്ക്ക് ചെയ്തിട്ട്, സെപ്പറേറ്റിംഗ് ഫണൽ അങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക, കുറെ നേരം ഷെയ്ക്ക് ചെയ്തതിനു ശേഷം അതിനെ ഇതുപോലെ ഒരു സ്റ്റാൻഡിൽ ഹോൾഡ് ചെയ്യാനായിട്ട്, ടു സെറ്റിൽ ഡൗൺ, കുറെ നേരം അത് സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് കുറച്ചു നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ വി ക്യാൻ സീ വാട്ടർ ഇങ്ങനെ അടിഭാഗത്ത്, ഓക്കെ, ഡൗൺ ലെയർ ആയിട്ട് വാട്ടറും മുകൾ ഭാഗത്തായിട്ട് പെട്രോളും ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ വാട്ടർ താഴെയും പെട്രോളും മുകളിലും, അല്ലെ, ഇപ്പൊ കെറോസിനാണ് എടുക്കുന്നതെങ്കിലും വാട്ടർ താഴെയും കെറോസിൻ മുകളിലും? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡെൻസിറ്റി ഡിഫറൻസ്. നമ്മൾ നേരത്തെ സെപ്പറേഷൻ ടെക്നിക്കിനകത്തൊക്കെ പറഞ്ഞിരുന്നു, ഡെൻസിറ്റി കൂടുതലുള്ളത് ഡെൻസിറ്റി കൂടുതലുള്ള ദ്രാവകം താഴ്ഭാഗത്തും ഡെൻസിറ്റി കുറവുള്ളത് മുകൾ ഭാഗത്തുമായിട്ടാണ് സെറ്റിൽ ഡൗൺ ചെയ്ത് നിൽക്കുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഇത് കണ്ടോ, ഇവിടെ നോക്കൂ, വാട്ടർ ലൈക്ക് ഹെവിയർ ലിക്വിഡ്സ് ഇതുപോലെ സെപ്പറേറ്റിംഗ് ഫണലിന്റെ താഴ്ഭാഗത്ത് ഒരു ലെയർ ആയിട്ടും, കെറോസിനോ പെട്രോളോ ഒക്കെ പോലെയുള്ള ലൈറ്റർ ലിക്വിഡ്സ് ഇതുപോലെ സെപ്പറേറ്റിംഗ് ഫണലിന്റെ മുകൾ ഭാഗത്തായിട്ടും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ 2 ലിക്വിഡ്സ് മാത്രമല്ല, ഇപ്പൊ 3ഓ 4ഓ ഇമ്മിസിബിൾ ലിക്വിഡ്സ് എടുത്താലും അക്കോർഡിംഗ് ടു ദെയർ ഡെൻസിറ്റി, ഓരോ ലിക്വിഡിന്റെയും ഡെൻസിറ്റി അനുസരിച്ച് അവരിങ്ങനെ സെപ്പറേറ്റിംഗ് ഫണലിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ബീക്കറോ ഏതെങ്കിലും ഒരു പാത്രമോ ഏതെങ്കിലും ഉപയോഗിച്ച് ആദ്യം നമ്മൾ ഈ സ്റ്റോപ്പ് കോക്ക്, ഇതിനൊരു
എന്താണ് ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതാണ് ഈ സ്റ്റോപ്പ് കോക്ക്. ഈ സ്റ്റോപ്പ് കോക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് ലെയർ മുഴുവൻ ഒരു പാത്രത്തിലേക്ക് റിമൂവ് ചെയ്ത് മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ബീക്കർ എടുക്കുന്നു. മറ്റൊരു ബീക്കർ എടുത്തിട്ട് ലൈറ്റർ ലിക്വിഡ്, അത് പെട്രോൾ ആവാം കെറോസിൻ ആവാം, ഏതാണോ നമ്മൾ എടുത്തത്, അത് മറ്റൊരു ബീക്കറിലേക്ക് നമുക്ക് എന്താണ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. സോ ദിസ് ഇസ് ഹൗ എ സെപ്പറേറ്റിംഗ് ഫണൽ വർക്ക്സ്. So separating funnel is used to separate the mixture of two immiscible liquids. ഒരിക്കലും പരസ്പരം കലരാത്ത രണ്ട് ദ്രാവകങ്ങളുടെ മിക്സറിൽ നിന്ന് അതിന്റെ കമ്പോണന്റ് ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് സെപ്പറേഷൻ ടെക്നിക്, ദാറ്റ് ഇസ് ക്രൊമാറ്റോഗ്രഫി. ക്രൊമാറ്റോഗ്രഫി എവിടെയെങ്കിലും വേർഡ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ക്രൊമാറ്റോഗ്രഫി. യെസ്, ക്രോമ മീൻസ് കളർ. കളർ എന്നാണ്. ക്രോമ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കളർ എന്നാണ്. സോ ഇനീഷ്യലി ദിസ് ടെക്നിക് ഇസ് യൂസ് ടു സെപ്പറേറ്റ് ദ കളേർഡ് സബ്സ്റ്റൻസസ്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് ക്രൊമാറ്റോഗ്രഫി. നിറമുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ മിക്സറിനെ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ടെക്നിക്ക് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിനെ ക്രോമാറ്റോഗ്രഫി എന്നൊരു പേര് വന്നത്. സോ നോക്കൂ, ഇറ്റ് ഈസ് ദ മെത്തേഡ് യൂസ് ടു സെപ്പറേറ്റ് മോർ ദാൻ വൺ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ ദ സെയിം സോൾവെന്റ്. ഓക്കെ, വാട്ട്സ് മീൻ ബൈ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്? യു നോ അല്ലെ, ലീനവും ലായകവും എന്നൊക്കെ മലയാളത്തിൽ പറയുന്നു. ഏതാണോ കൂടുതൽ ക്വാണ്ടിറ്റിയിലുള്ളത് അതിനെ നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നു. ഏതാണോ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ളത് അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നു. ജലം ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? സോ ഇൻ ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക് വാട്ട് വി ഡൺ ഹിയർ, when more than one solute is dissolved in the same solvent, ഒരേ സോൾവെന്റിൽ തന്നെ ഒന്നിലധികം സൊല്യൂട്ടുകൾ ഡിസോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക് എന്ന് പറയുന്നത്. നമുക്ക് എക്സ്പെരിമെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇതിന് ക്രൊമാറ്റോഗ്രഫി നിങ്ങൾ ഹയർ ക്ലാസ്സിൽ, ഇപ്പൊ +2 +1 ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ക്രൊമാറ്റോഗ്രഫി ഉണ്ട്. പേപ്പർ ക്രൊമാറ്റോഗ്രഫി, കോളർ ക്രൊമാറ്റോഗ്രഫി, പലതരത്തിലുണ്ട്. ഇപ്പോഴും നിങ്ങൾ അതിന്റെ ബേസിക് കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ നന്നായിട്ട് പഠിച്ചെങ്കിലേ ഹയർ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ ഇതിന്റെ ഒരു ഇപ്പൊ പഠിച്ചതിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇതിന്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങളിപ്പോ മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫിൽറ്റർ പേപ്പറാണ്. ഫിൽറ്റർ പേപ്പർ എടുക്കുക. ആ ഫിൽറ്റർ പേപ്പർ ഇങ്ങനെ ഒരു ഇതാണല്ലോ, ഒരു ഫിൽറ്റർ പേപ്പറിന്റെ ഒരു ഷേപ്പാണ്. അതൊരു ഫിൽറ്റർ പേപ്പർ. ആ ഫിൽറ്റർ പേപ്പറിന് താഴ്ഭാഗത്തായിട്ട് ഒരു 3 സെന്റിമീറ്റർ ഉയരത്തിൽ ഒരു പെൻസിൽ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ആ പെൻസിൽ ലൈനിലായിട്ട് വി ക്യാൻ സ്പോട്ട് എ ബ്ലാക്ക് ഇങ്ക്. ഒരു ബോൾ പോയിന്റ് പേനയല്ല, നമ്മള് ഇങ്ക് പെന്നില്ലേ, മഷിപ്പേന എന്ന് പറയും. അത് വെച്ചിട്ട് ഒരു ബ്ലാക്ക് ഡോട്ട്, ബ്ലാക്ക് ഓർ ബ്ലൂ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് ആയതുകൊണ്ട് മിസ് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. സോ ഒരു ബ്ലാക്ക് ഡോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വിസിബിൾ ആകുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഫിൽറ്റർ പേപ്പറിനെ ഒരു ഗ്ലാസ് ജാർ എടുത്ത് അതിലൊരു കുറച്ച് വെള്ളം നിറച്ചിട്ട് ആ ഫിൽറ്റർ പേപ്പറിനെ ഇതിലേക്ക് പ്ലേസ് ചെയ്യുക. ഇതിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കണം, നമ്മൾ ഇട്ടുകൊടുത്ത ഈ നമ്മൾ ഇട്ടുകൊടുത്ത ഈ ബ്ലാക്ക് ഡോട്ടിന് താഴ്ഭാഗത്തായിട്ടായിരിക്കണം വെള്ളം നിൽക്കുന്നത്. ഒരിക്കലും ആ ബ്ലാക്ക് ഡോട്ടിന് മുകളിലേക്ക് വെള്ളം പോകാൻ പാടില്ല. ഇതിന് താഴ്ഭാഗത്തായിട്ട് വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ആ ഫിൽറ്റർ പേപ്പറിനെ അവിടെ പ്ലേസ്, നമുക്കൊരു ഗ്ലാസ് പേപ്പറോ ഒരു ഗ്ലാസ് റോഡോ ഒരു ഈർക്കിലി എന്നൊക്കെ പറയില്ലേ, കമ്പ്, എന്തെങ്കിലും ഉപയോഗിച്ച് അതിനെ അവിടെ പ്ലേസ് ചെയ്ത് വെക്കുക. കുറച്ചു നേരം ഈ സെറ്റപ്പ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും വി ക്യാൻ സീ ദ വാട്ടർ ഇസ് റൈസസ് അപ്പ് ടേക്കിംഗ് ദ ഡൈസ് അലോങ് വിത്ത് ഇറ്റ്. സീ, ആ ബ്ലാക്ക് ഡൈ അല്ലെങ്കിൽ ആ ബ്ലാക്ക് ഡോട്ട് എന്ന് പറയുന്നത് അത് ബ്ലാക്ക് കളർ മാത്രമല്ല, ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് മോർ ദാൻ 2 or more കളേഴ്സ്. കുറെ കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ആ ബ്ലാക്ക് ഇങ്ക് എന്ന് പറയുന്നത്. സോ കുറെ വെള്ളത്തിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഫിൽറ്റർ പേപ്പറിലൂടെ വെള്ളം മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. ആ വെള്ളം മുകളിലേക്ക് ഉയരുന്ന അനുസരിച്ച് ആ ബ്ലാക്ക് ഇങ്കിലുള്ള വിവിധ കളർ കമ്പോണൻസ് ഈ ഫിൽറ്റർ പേപ്പറിൽ പല ദൂരത്തിൽ കണ്ടോ, ഫിൽറ്റർ പേപ്പറിന്റെ
യെസ്, ഉപരിതലത്തിലായിട്ട് ഫിൽറ്റർ പേപ്പറിന്റെ സർഫസിലായിട്ട് ആ ബ്ലാക്ക് ഇങ്കിലുള്ള പല കളേഴ്സ് ഇങ്ങനെ പ്ലേസ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് ഡിഫറെന്റ് കളേർഡ് സ്പോട്ട്സ് ഓഫ് ഡൈ സെപ്പറേറ്റഡ് ഫ്രം ദ ബ്ലാക്ക് ഇങ്ക്. കണ്ടോ, ഇതുപോലെ ബ്ലാക്ക് ഇങ്കിൽ നിന്നുള്ള വിവിധ നിറങ്ങൾ ഫിൽറ്റർ പേപ്പറിന്റെ ഉപരിതലത്തിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യപ്പെടും. നിശ്ചിത അകലത്തിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യപ്പെടും നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഇസ് ദ ബേസിക് ഓഫ് ക്രൊമാറ്റോഗ്രഫി ടെക്നിക്. ഇതേ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം സയന്റിഫിക് ആയിട്ട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എല്ലാവരും ചെയ്ത് നോക്കേണ്ടതാണ്. കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങളുടെ ടിഷ്യൂ പേപ്പർ ഇല്ലേ, നമ്മൾ സാധാരണ മുഖം തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ആ ടിഷ്യൂ പേപ്പറിൽ ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ക് പെൻ ഉപയോഗിച്ച് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒരു ഈർക്കിലി കമ്പ് ഉപയോഗിച്ച് നമുക്ക് ഹോൾഡ് ചെയ്ത് നിർത്താം. അതിനുശേഷം ആ ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതുപോലൊരു പാത്രത്തിലെ ജലത്തിലേക്ക് ഇറക്കി വെച്ച് ഇതേ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോഴും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ആ ക്രൊമാറ്റോഗ്രഫിയുടെ ലെയേഴ്സ്, ഐ മീൻ ആ ഇങ്കിലുള്ള ഡിഫറെന്റ് കളേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് ദ ടെക്നിക് ഓഫ് ക്രൊമാറ്റോഗ്രഫി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Then next is the applications of chromatography. This chromatography technique is used to separate colors in a dye. നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, ഡൈയിലുള്ള കളേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. Then it is used to separate the pigments from natural colors. നമുക്ക് പ്രകൃതിയാ കിട്ടുന്ന കുറെ നിറങ്ങൾ, പൂവുകളിൽ നിന്ന് ഇലകളിൽ നിന്നൊക്കെ കിട്ടുന്ന കുറെ കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത്തരം പിഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ക്രൊമാറ്റോഗ്രഫി ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് തേർഡ് വൺ ഇസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടു സെപ്പറേറ്റ് ദ ഡ്രഗ്സ് ഫ്രം ബ്ലഡ്. ബ്ലഡിൽ നിന്ന് ഡ്രഗ്സ്, പലതരത്തിലുള്ള ഡ്രഗ്സ്, ഇപ്പൊ നമ്മൾ പല കേസ് അന്വേഷണങ്ങൾക്കൊക്കെ നമുക്ക് അത് ആവശ്യമായിട്ട് വരും അല്ലെ. നമ്മൾ കേൾക്കുന്നുണ്ട് പ്രതിയുടെ രക്തം പരിശോധിച്ചു, അങ്ങനെ അവിടെയൊക്കെ ലാബിലൊക്കെ നമ്മൾ ഡ്രഗ്സ്, പലതരത്തിലുള്ള ഡ്രഗ്സ് ഒക്കെ ബ്ലഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനൊക്കെ ക്രൊമാറ്റോഗ്രഫി ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. So these two are today's two important techniques of separation, that is separating funnel and chromatography. Hope you all understand. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നിങ്ങളുടെ CBSE ടെക്സ്റ്റ് ബുക്കിന്റെ പുറം ഭാഗത്തെ എക്സസൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്കിന്ന് നോക്കാം. അതായത് നമ്മൾ ഇതുവരെ ഈ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ച വിവിധങ്ങളായ സെപ്പറേറ്റിംഗ് ടെക്നിക്സിന്റെ ആപ്ലിക്കേഷൻസ്, അതായത് ആപ്ലിക്കേഷൻസ് വെച്ചാൽ ഓരോന്നും എവിടെയൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പറയണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് വിച്ച് സെപ്പറേഷൻ ടെക്നിക് വിൽ യു അപ്ലൈ ഫോർ ദ സെപ്പറേഷൻ ഓഫ് ദ ഫോളോയിങ്. ഓരോ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഓരോന്നിനും നിങ്ങൾ ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് പറയണം. ഈസിയാണ്, നമ്മൾ പഠിച്ച എക്സാമ്പിൾസ് ആണ്. ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞിരുന്നു, സെപ്പറേഷൻ ടെക്നിക്സിൽ എക്സാമ്പിൾസ് ഇസ് മോർ ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞു ഓരോ ടെക്നിക്കിലും അക്കോർഡിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഒന്ന് നോക്കിയേ, ഫസ്റ്റ് വൺ എ നോക്കിയേ. യെസ്, സോഡിയം ക്ലോറൈഡ് ഫ്രം ഇറ്റ്സ് സൊല്യൂഷൻ ഇൻ വാട്ടർ. ദാറ്റ് ഇസ് സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ. ഉപ്പും വെള്ളവും കലർന്ന മിശ്രിതത്തിൽ നിന്ന് എങ്ങനെ അവയെ വേർതിരിക്കാമെന്നാ പറഞ്ഞത്? ഇറ്റ് ഇസ് സിമ്പിൾ. എന്താണ്? ഇവാപറേഷൻ. ബിക്കോസ് എന്താണ്, വാട്ടർ ഇസ് എ വോളറ്റൈൽ കമ്പോണന്റ് ആൻഡ് സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പ് ഇസ് എ നോൺ വോളറ്റൈൽ കമ്പോണന്റ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. നെക്സ്റ്റ് വൺ ഓപ്ഷൻ ബി നോക്കൂ. യെസ്, അമോണിയം ക്ലോറൈഡ് ഫ്രം എ മിക്സ്ചർ കണ്ടെയ്നിങ് സോഡിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. അമോണിയം ക്ലോറൈഡിന്റെ സോഡിയം ക്ലോറൈഡിന്റെ ഒരു മിക്സ്ചറിൽ നിന്ന് അവയെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്? യെസ്, സബ്ലിമേഷൻ ടെക്നിക്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു അമോണിയം ക്ലോറൈഡ് ഈസ് എ സബ്ലൈമബിൾ സബ്സ്റ്റൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഓക്കെ. ആൻഡ് ഓപ്ഷൻ സി നോക്കൂ, സ്മോൾ പീസസ് ഓഫ് മെറ്റൽ ഇൻ ദ എഞ്ചിൻ ഓയിൽ ഓഫ് എ കാർ. അതേതായിരിക്കും? സ്മോൾ പീസസ് ഓഫ് മെറ്റൽ ഇൻ ദ എഞ്ചിൻ ഓയിൽ ഓഫ് എ കാർ. ഒരു കാറിന്റെ എഞ്ചിൻ ഓയിലുള്ള ചെറിയ മെറ്റൽ പീസുകളുണ്ട്. അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഏത് ടെക്നിക്ക് ഉപയോഗിക്കാം? അധികം ഒന്നും ചിന്തിക്കേണ്ട, ഫിൽട്രേഷൻ ടെക്നിക്. വി ക്യാൻ യൂസ് വിച്ച് ടെക്നിക്?
യെസ്, ഫിൽട്രേഷൻ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. സിമ്പിളി അത് ഫിൽട്ടർ ചെയ്താൽ മതി അല്ലേ. എഞ്ചിൻ ഓയിൽ എന്താണ്, ലിക്വിഡ് ഫോമിലാണ്. മറ്റേ മെറ്റൽ പീസസ് എന്ന് പറയുന്നത് ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ ഫിൽട്ടർ ചെയ്യുന്ന അതിന്റെ മുകളിലായിട്ട് കിടക്കുന്ന ഒരു വസ്തുവാണ്, സോളിഡ് സബ്സ്റ്റൻസ് ആണ്. സോ ഓപ്ഷൻ സിയുടെ ആൻസർ വരുന്നത് ഫിൽട്രേഷൻ. ദെൻ ഡി, ഡിഫറെന്റ് പിഗ്മെന്റ്സ് ഫ്രം ആൻ എക്സ്ട്രാക്ട് ഓഫ് ഫ്ലവർ പെറ്റൽസ്. ഏതാണ്? യെസ്, ക്രൊമാറ്റോഗ്രാഫി. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ. യെസ്, പിഗ്മെന്റ്സ്, ഡൈസ്, കളേർഡ് സബ്സ്റ്റൻസ്, അതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണ്? യെസ്, ദാറ്റ് ഈസ് ക്രൊമാറ്റോഗ്രാഫി. ദെൻ ഈ നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. ബട്ടർ ഫ്രം ദ കേർഡ്, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കാൻ ഏത് ടെക്നിക്കാണെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ശ്രീകൃഷ്ണന്റെ അമ്മ വെണ്ണ കടയുന്ന കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് യെസ്, centrifugation. Then F, oil from water. Without doubt you can say that is separating funnel. First class പറഞ്ഞല്ലേ, because oil and water is two immiscible liquids. ഓയിലും വാട്ടറും രണ്ടും immiscible liquids ആണ്. Then option G, tea leaves from tea. എപ്പോഴും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ്. That is സിമ്പിൾ ഫിൽട്രേഷൻ. ചായ അരിക്കുക അല്ലെ, ചായ അരിച്ചല്ലേ നമ്മൾ ചായ കുടിക്കുന്നത്, തേയില അരിച്ചു മാറ്റിയിട്ടാണ് ചായ കുടിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഫിൽട്രേഷൻ. ദെൻ അയൺ പിൻസ് ഫ്രം സാൻഡ്. അയണിന്റെ ചെറിയ പിന്നുകൾ മണലിൽ നിന്ന് വേർതിരിക്കാനായിട്ട് നമുക്ക് ഏത് ടെക്നിക്ക് ഉപയോഗിക്കാം? വി ക്യാൻ യൂസ് മാഗ്നറ്റിക് സെപ്പറേഷൻ, ബിക്കോസ് അയൺ ഈസ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു വസ്തുവാണ് അയൺ എന്ന് പറയുന്നത്. അപ്പം അയൺ മിക്സ് ആയിട്ടുള്ള സാൻഡിലേക്ക് നമ്മളൊരു മാഗ്നറ്റ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിലേക്ക് എന്താണ് ഈ അയൺ എല്ലാം കൂടെ അട്രാക്ട് ആയിട്ട് ഒട്ടിപ്പിടിച്ച് വന്നോളും. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ദെൻ ദാറ്റ് ഈസ് വീറ്റ് ഗ്രെയിൻസ് ഫ്രം ഹസ്ക്. ഏതാണ് വീറ്റ് ഗ്രെയിൻസ് ഫ്രം ഹസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇങ്ങനെ എന്താണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അതിനെ എന്താണ് അരി പേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു മുറത്തിലൊക്കെ ഇട്ടിട്ട് ചെയ്യത്തില്ലേ, വീശി ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് വിന്നോവിംഗ്. അതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്ന ടെക്നിക്സ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊന്നും അത് വലിയ കാര്യമല്ല. നമ്മള് ഗോതമ്പും അരിയും ഒക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അതിന്റെ വേസ്റ്റിൽ നിന്ന് അതിന്റെ തൊലിയും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വിന്നോവിംഗ്. ഇങ്ങനെ അതിനെ എന്താണ് വീശി ഇങ്ങനെ ഒരു മുറം എന്നാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പറയാ. മുറത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വീശി അപ്പം വീറ്റ് ഗ്രെയിൻസ് എല്ലാം കൂടെ ഈ സൈഡിലേക്കും അതിനകത്തെ ചെറിയ വേസ്റ്റുകളെല്ലാം കൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്കും പോകും. ദാറ്റ് ഈസ് കോൾഡ് വിന്നോവിംഗ് എന്നാ പറയുന്നത്. ഞാൻ ആൻസേഴ്സ് അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളും കൂടെ ഒന്ന് ചിന്തിക്കട്ടെ എന്ന് കരുതിയാണ് മിസ് ഇവിടെ തന്നെ ആൻസർ കൊടുക്കാത്തത്. ഞാനിപ്പോ ആൻസർ കൊടുത്താൽ നിങ്ങൾ ആരും ചിന്തിക്കാൻ പോകുന്നില്ല, വെറുതെ നോക്കി അത് കോപ്പി ചെയ്യും. നിങ്ങളും കൂടെ ഒന്ന് ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത്. ആൻസർ അടുത്ത സ്ലൈഡിലുണ്ട് ഫോർ യുവർ റെഫറൻസ്. ആൻഡ് ഫൈനലി ദാറ്റ് ഇസ് ഫൈൻ മഡ് പാർട്ടിക്കിൾസ് സസ്പെൻഡഡ് ഇൻ വാട്ടർ. എന്താണ്, ഏത് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് വി ക്യാൻ യൂസ് ഡിക്കാൻറ്റേഷൻ ആൻഡ് ഫിൽട്രേഷൻ. ഡിക്കാൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെളിവെള്ളം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചെളിയും വെള്ളവും കൂടെ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആ പാത്രം കുറച്ചു നേരം ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് വെക്കുന്നു. സെറ്റിൽ ഡൗൺ ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിനകത്ത് ചെളി എല്ലാം കൂടെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ഡീക്യാൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അടിഭാഗത്ത് അടിഞ്ഞു കൂടും. ദാറ്റ് ഈസ് കോൾഡ് ഡീക്യാൻറ്റേഷൻ. അതിനുശേഷം എന്ത് ചെയ്താൽ മതി? ഫിൽട്രേഷൻ ചെയ്താൽ മതി. ഒരു ഫിൽട്ടർ എടുത്തിട്ട് അതിലേക്ക് ഈ മുകൾ ഭാഗത്തെ ലിക്വിഡ് ഒഴിച്ചു മാറ്റി ലിക്വിഡ് പോകുന്നു. ബാക്കി നമുക്ക് മഡ് അവിടെ ബാക്കിയായിട്ട് അവിടെ ലഭിക്കുകയും ചെയ്യുന്നു. സോ ദീസ് ആർ ദ ആൻസേഴ്സ്. എല്ലാത്തിന്റെയും ഓപ്ഷൻ അനുസരിച്ച് ഞാൻ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.